മക്കളെ 30-30 സെറ്റൊക്കെ റെഡിയാണോ? ബോട്ടണിയിൽ 30 മാർക്ക് ഉറപ്പിക്കാനുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ റെഡി ആണെങ്കിൽ ആദ്യത്തെ ചോദ്യം ഇന്ന പഠിച്ചോളൂ. സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സീഡ് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് നടക്കുന്നില്ല? ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയുന്നത്? അപ്പോമിക്സിസ് എന്നാണ് പറയാ. എന്താ പറയാ? അപ്പോമിക്സിസ്. ഓക്കെ, സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നമ്മൾ പറയാ അപ്പോമിക്സിസ് എന്നാണ്. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് പെയർ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ നമ്മൾ പറയും റെസ്പോൺസിബിൾ ഫോർ ഇനീഷ്യേറ്റിംഗ് റെപ്ലിക്കേഷൻ ആണ് എങ്കിൽ കോഡ്സ് ഫോർ ദ പ്രോട്ടീൻ ഇൻവോൾവ് ഇൻ ദ റെപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നു? കോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ ഇൻവോൾവ് ചെയ്യുന്ന കോഡ് ഫോർ പ്രോട്ടീനെ നമ്മൾ പറയുന്നത് എന്താണ്? ROP എന്നാണ്, അല്ലെ? ROP എന്നാണ്. റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ടു കട്ട് DNA മോളിക്യൂൾ ആണ് എങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? DNA ലിക്കേസ് ആണ്. DNA ലിക്കേസ് ആണ്. അടുത്തത്, pollen grains are well preserved as fossils because of the presence of. എന്തുകൊണ്ടാ pollen grain നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നത്? അതിന്റെ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപോളിൻ വെച്ചിട്ടായതുകൊണ്ടാണ്. അപ്പൊ ആ ടേം മറന്നു പോകണ്ട. Name 2 disarmed pathogen vector used in biotechnology. ബയോടെക്നോളജിയിൽ ഡിസാംഡ് ആയിട്ടുള്ള പാത്തജനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ്. ഒന്നെന്താണ്? TI പ്ലാസ്മിഡ് എന്ന് പറയും. TI പ്ലാസ്മിഡ് ഓഫ് എഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. എഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ആണ്. അതേതാണ്? ടു ഡിസാംഡ് പാത്തജൻ ആണ് TI പ്ലാസ്മിഡ് ഓഫ് എഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. അതുപോലെ തന്നെ വരുന്ന രണ്ടാമത്തേത് എന്ന് പറയുന്നത് റിട്രോ വൈറസസ് ആണ്. റിട്രോ വൈറസ് ആണ് എന്ത്? ഡിസാംഡ് പാത്തജൻ ആയിട്ടുള്ള വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹു കൺസ്ട്രക്റ്റഡ് ദ ഫസ്റ്റ് DNA? റീകോംബിനന്റ് DNA ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്തത് ആരാണ്? നമ്മുടെ സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറുമാണ്. സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറുമാണ്. 5 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിൽ വീണല്ലോ. 5 മാർക്ക് ഇല്ല, 5 മാർക്ക് ഇതാ കിട്ടിക്കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. എ മൈക്രോസ്പൊറാഞ്ചിയം ഇസ് സറൗണ്ടഡ് ബൈ 4 ലെയേഴ്സ്. 4 ലെയർ ഉണ്ട് മൈക്രോസ്പൊറാഞ്ചിയത്തിന്. നമുക്കറിയാവുന്നതാണ്, നമ്മളൊരു ബട്ടർഫ്ലൈ ഡയഗ്രത്തിൽ വരയ്ക്കുന്നതാണ്. അതിൽ 4 വോൾ ലെയേഴ്സ് ഉണ്ടെന്നും നമുക്കറിയാം. ആൻഡ് നെയിം ദ ഫസ്റ്റ് 3 ലെയർ, റൈറ്റ് ദെയർ ഫംഗ്ഷൻ. ആദ്യത്തെ 3 ലെയർ എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം ആൻഡ് മിഡിൽ ലെയർ ആണ്. ആൻഡ് എപ്പിഡെർമിസ് എന്ത് പറയുന്നു? എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഡെഹിസൻസിന് വേണ്ടിയിട്ടുമാണ് അവരുടെ റോൾ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, ഒബ്സർവ് ദ ഗിവൻ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. നെയിം 2 സെലക്ടബിൾ മാർക്കർ ഇൻ ദിസ് ക്ലോണിംഗ് വെക്ടർ. 2 സെലക്ടബിൾ മാർക്കർ ഉണ്ട്. ആംബിസിലിൻ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ, അല്ലെ? ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനും ഉണ്ട്, അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനുമാണ്. ആൻഡ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സെലക്ടബിൾ മാർക്കർ? എന്തിനു വേണ്ടിയിട്ടാ ക്ലോണിംഗ് വെക്ടറിൽ സെലക്ടബിൾ മാർക്കർ? ഒന്നാമതായിട്ട് ഹെൽപ്സ് ടു ഐഡന്റിഫൈ എലിമിനേറ്റ് റീകോംബിനൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമൻസ്. ഇതിൽ റീകോംബിനൻസിനെയും അല്ലെങ്കിൽ ട്രാൻസ്ഫോർമൻസിനെയും ഐഡന്റിഫൈ ചെയ്ത് അവരെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രം നോൺ റീകോംബിനൻസ് ആൻഡ് നോൺ ട്രാൻസ്ഫോർമൻസ്. അപ്പൊ ഈ ഒരു സെപ്പറേഷന് വേണ്ടി, ഇവരെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? സെലക്ടബിൾ മാർക്കർ. പെർട്ടിക്കുലർ ആയിട്ടുള്ള ആന്റിബയോട്ടിക്കിൽ നമ്മൾ ഇട്ട് നോക്കുമ്പോൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അറിയാനായിട്ട് സാധിക്കും. വിത്ത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ആണെങ്കിൽ അതെന്ത് ചെയ്യും? സർവൈവ് ചെയ്യും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും, അല്ലെ? A typical angiosperm embryosac is 7-celled 8-nucleate stage. Explain monosporic type of embryosac development. Name haploid cell present in embryosac other than XL. Embryosac ഡെവലപ്പ് ചെയ്യുന്നത് എവിടുന്ന? സിംഗിൾ ഹാപ്ലോയിഡ് മെഗാസ്പോർ ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയുന്നു? മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നു. ആൻഡ് ഇവിടെ നോക്കിക്കേ, ഹാപ്ലോയിഡ് സെൽ പ്രസന്റ് ഇൻ എംബ്രിയോസാക് അതർ ദാൻ ദി എക്സെൽ. ഹാപ്ലോയിഡ് സെല്ലിനെ പറയുന്ന ഏതാണ്? സിനാജിഡ്സ് ആന്റിപോഡൽ സെൽസ് ആണ്, അല്ലെ? ഹാപ്ലോയിഡ് സെൽ പ്രസന്റ് ഇൻ എംബ്രിയോസാക് അതർ ദാൻ എക്സെൽ ആണ് സിനാജിഡ്സും ആന്റിപോഡൽ സെൽസുമാണ് എന്ത്? ഹാപ്ലോയിഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. ലിസ്റ്റ് ഔട്ട് ദ ക്രൈറ്റീരിയ ഫോർ നെയിമിംഗ് എ റെസ്ട്രിക്ഷൻ എൻസൈം. ഷുവർ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ് ആണ്, ഏത് ബാക്ടീരിയയിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തതെന്നുള്ളത്. അതിന്റെ തന്നെ സ്പീഷീസ് നെയിമിന്റെ ഫസ്റ്റ് 2 ലെറ്റർ ആണ് എന്ത്? അടുത്ത രണ്ടാമത്തെ 3ാമത്തെ ലെറ്റർ ആയിട്ട് വരിക. 4ാമത്തേതോ ഡിനോട്ട് ദർ സ്ട്രെയിൻ ആൻഡ് ലാസ്റ്റത്തേത് എന്താണ്? റോമൻ നമ്പർ ആണ്. ഓർഡർ ഇൻ വിച്ച് ദേ ആർ ഐസൊലേറ്റഡ്. സോ ECOR1 ഇത് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇഫ് ദ ഫീമെയിൽ പാരന്റ് പ്രൊഡ്യൂസസ് ബൈസെക്ഷൽ ഫ്ലവർ, emasculation is necessary in artificial hybridization.
ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ഡൗൺ ദി ഇമ്പോർട്ടൻസ്. ഇമാസ്കുലേഷൻ നമ്മൾ പറയുന്നത് എന്താണ്? റിമൂവൽ ഓഫ് ആന്തർ ആണ് അല്ലെ. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ അവരുടെ തന്നെ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ വീഴും. അപ്പൊ എന്താകും? അത് കണ്ടാമിനേറ്റഡ് ആകും. നമുക്ക് വേണ്ടത് ഡിസയേർഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ അല്ലേ. അപ്പൊ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പോളൻ ഗ്രെയിൻ വേണം നമ്മുടെ സ്റ്റിഗ്മയിൽ വീഴാനായിട്ട്. അതല്ലാതെ അതേ ഫ്ലവറിൽ നിന്നുള്ളതോ മറ്റൊരിടത്തു നിന്നും ഒന്നും വീഴാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ആന്തറിനെ റിമൂവ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ഫ്ലവർ ബഡ് ഓഫ് ഫീമെയിൽ ഫ്ലവർ ബിഫോർ മെച്യൂരിറ്റി. അതിനെ ഇമാസ്കുലേഷൻ എന്ന് പറയും. അപ്പൊ എന്താ അവർ ചെയ്യുക? സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യും. സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യും. How can we make a host cell competent to receive a foreign gene or DNA? കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും റിപ്പീറ്റഡ് ആയിട്ടാണ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യം. DNA enter the bacterium through pores in the cell wall. സെൽ വോളിലൂടെ പോളിലൂടെ വരും. ബാക്ടീരിയൽ സെല്ല് ട്രീറ്റ് ചെയ്യുന്ന ഡൈവാലൻ കാറ്റോൺ വെച്ചിട്ടാണ് കാൽഷ്യം. അതുപോലെ എന്ത് ചെയ്യുന്നു? റീകോമിനന്റ് DNA നമ്മൾ എന്ത് ചെയ്യുന്നു? ഐസിൽ വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 42 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ഷോക്ക് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഐസിൽ വെക്കുന്നു. അപ്പൊ എന്തായി? ബാക്ടീരിയ ടേക്ക് അപ്പ് ദ റീകോമിനന്റ് DNA, കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഹോസ്റ്റ് സെൽ ആയിട്ട് മാറും. ടു സസ്റ്റെയിൻ ആനിമൽ വിസിറ്റ്, ഫ്ലവേഴ്സ് ഹാവ് ടു പ്രൊവൈഡ് റിവാർഡ്സ് ടു ദി ആനിമൽ. വാട്ട് ആർ ദ യൂഷ്വൽ റിവാർഡ്? അല്ലെ, ഇൻസെക്ട് വന്നുകൊണ്ടിരിക്കണമെങ്കിൽ ഫ്ലവർ ഒരു റിവാർഡ് കൊടുക്കണം. അതെന്താണ്? ആൻഡ് ഇൻ സം സ്പീഷീസ് ഫ്ലവർ പ്രൊവൈഡ് ഫ്ലോറൽ റിവാർഡ് ബൈ പ്രൊവൈഡിങ് സേഫ് പ്ലേസസ് ടു ലേ എഗ്. ഗിവ് ടു എക്സാമ്പിൾ ഫോർ സച്ച് പ്ലാന്റ് സ്പീഷീസ്. NCERTയിൽ നിന്ന് ഉള്ളിൽ നിന്നും എക്സാമ്പിൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ റിവാർഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? പോളൻ ഗ്രെയിൻസ് ആവാം, നെക്ടർ ആവാം. ഇതൊക്കെ നമ്മൾ പോളൻ റിവാർഡ്സ് എന്ന് പറയുന്നതാണ്. ആൻഡ് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? എഗ് ലേയിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ് യൂക്ക ആൻഡ് മോത്തും അമോർഫോഫാലസും. യൂക്ക ആൻഡ് മോത്തും അതുപോലെ തന്നെ അമോർഫോഫാലസും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വാട്ട് ആർ ദ കീ ടൂൾസ് യൂസ്ഡ് ഇൻ RDNA ടെക്നോളജി? RDNA ടെക്നോളജി യൂസ് ചെയ്യുന്ന ടൂളുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ടൂൾസ് ഓഫ് റീകോമിനന്റ് DNA പ്രത്യേകം പഠിക്കുന്നതാണ്. ഒന്നാമത്തേത് റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലെങ്കിൽ പോളിമറൈസ് എൻസൈംസ് ഉണ്ട്. അതുപോലെ ലിക്കേസ് ഉണ്ട്, മോളിക്കുലാർ ഗ്ലൂ എന്നും നമ്മൾ പറയും. പിന്നെയോ വെക്ടേഴ്സ്, ഹോസ്റ്റ്. ഇത്രയുമാണ് ടൂൾസ് ഓഫ് റീകോമിനന്റ് DNA. റെസ്ട്രിക്ഷൻ എൻസൈം, പോളിമറൈസ് എൻസൈം, ലിഗേസ് അല്ലെങ്കിൽ മോളിക്കുലാർ ഗ്ലൂ, വെക്ടേഴ്സ്, ഹോസ്റ്റ്. 5 ടൂൾസ് പഠിച്ചു വെക്കാം. ചൂസ് എ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആൻഡ് ഡിഫൈൻ ഇറ്റ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് താഴെ തന്നിട്ടുണ്ടെങ്കിൽ, കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തന്നിട്ടുള്ളത് എന്തൊക്കെയാ? എംബ്രിയോജെനസിസ് ഉണ്ട്, ഗെമറ്റോജെനസിസ് ഉണ്ട്, പോളിനേഷൻ ഉണ്ട്. അപ്പൊ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷമാണോ പോളിനേഷൻ നടക്കുക? അല്ല. ഗെമറ്റോജെനസിസോ അല്ല. പക്ഷെ എംബ്രിയോജെനസിസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പൊ അതൊരു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആണ്. അപ്പം നമ്മൾ ആരെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്? എംബ്രിയോജെനസിസിനെയാണ്. സോ എംബ്രിയോജെനസിസ് എന്ന് പറയുന്നത് എന്താ? ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഫ്രം സൈഗോട്ട് ആണ്. സൈഗോട്ടിൽ നിന്നും എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് എംബ്രിയോജെനസിസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ സ്റ്റേജസ് പഠിക്കുന്നുണ്ട്. പ്രോ എംബ്രിയോ, then globular embryo, heart-shaped embryo, mature embryo. കേട്ടോ, ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. റൈറ്റ് നോട്ട്സ് ഓൺ മൈക്രോ ഇഞ്ചക്ഷൻ ആൻഡ് ബയോളിസ്റ്റിക്സ് ആണ്. മൈക്രോ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ നമുക്കറിയാം റീകോമിനന്റ് DNA ഡയറക്ട്ലി ന്യൂക്ലിയസ്, ആനിമൽ സെല്ലിന്റെ ന്യൂക്ലിയസിലേക്ക് അല്ലെങ്കിൽ മൈക്രോ പിപ്പറ്റ് യൂസ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്യുന്നതിനെ മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയും. ബയോളിസ്റ്റിക്സ് നമ്മളെ ജീൻ ഗൺ മെത്തേഡ് എന്ന് പറയും. ഹൈ വെലോസിറ്റിയിൽ മൈക്രോ പാർട്ടിക്കിൾസ് ഗോൾഡിന്റെയോ ടങ്സ്റ്റന്റെ ഒക്കെ എടുത്ത് അത് നമ്മൾ എന്ത് ചെയ്യും? DNA വെച്ച് കോട്ട് ചെയ്തിട്ട് ബോംബാർഡ് ചെയ്ത് ഹോസ്റ്റ് സെല്ലിലേക്ക് വിടുന്നതാണ്. ഇത് പ്ലാന്റ് സെല്ലിലാണ്. ആൻഡ് മൈക്രോ ഇഞ്ചക്ഷൻ ആനിമൽ സെല്ലിലാണ് ചെയ്യുന്നത്. Give reason. Groundnut seeds and castor seeds are dicot seed, but groundnut seeds are exalbuminous, castor seeds are albuminous. എന്താണ് റീസൺ എഴുതണം. സെൽഫ് ഇൻകോമ്പറ്റിബിലിറ്റി, ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ. വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒന്ന്, ഗ്രൗണ്ട് നട്ടിലെ എൻഡോസ്പേം എന്തില്ല? സീഡിൽ കാണാൻ പറ്റത്തില്ല. അത് ഓൾറെഡി യൂസ്ഡ് അപ്പ് ആണ്. അപ്പം അതെന്താണ്? എക്സാൽബുമിനസ് ആണ്. കാസ്റ്ററിലോ സം എമൗണ്ട് ഓഫ് എൻഡോസ്പം അവിടെ എന്ത് ചെയ്യും? ബാക്കി നിൽക്കും. അതുകൊണ്ട് കാസ്റ്റർ സീഡ് എന്താണ്? ആൽബുമിനസ് ആണെന്ന് പറയും. ബാക്കി നിൽക്കുന്നത് ആൽബുമിനസ് ആണ്, അല്ലാത്തത് എക്സ് ആൽബുമിനസ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത് നമുക്ക് നോക്കാം. സെൽഫ് ഇൻകോമ്പറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജെനറ്റിക് മെക്കാനിസം ആണ് സെൽഫ് പോളിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം സ്വന്തം ഫ്ലവറിൽ നിന്നുള്ള പോളിനെ എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. ഇൻഹിബിറ്റിംഗ് പോളൻ ജെർമിനേഷൻ, പോളൻ ട്യൂബ് ഫോർമേഷൻ, ഇതിനെയാണ് സെൽഫ് ഇൻകോമ്പറ്റബിലിറ്റി എന്ന് പറയാം. Seeds offer several advantages to angiosperms. What are they? കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെ, നമുക്കറിയാം ആൻജിയോസ്പേംസിന്. എന്തൊക്കെയാണ്? ഒന്ന്, സീഡ്സ് എന്ന് പറയുമ്പം, സീഡ്സ് ആൻജിയോസ്പേംസിന്റെ പ്രത്യേകതയായിട്ട് പറയുമ്പം വാട്ടർ ഇൻഡിപെൻഡൻസ്. വാട്ടർ ഇസ് നോട്ട് എസെൻഷ്യൽ ഫോർ പോളിനേഷൻ.
രണ്ടാമത്തേത് ഡിസ്പേഴ്സൽ, സീഡ്സ് ആർ ഡിസ്പോസ് ടു ന്യൂ ഹാബിറ്റാറ്റ്. അതുകൊണ്ട് എന്താണ് വെറൈറ്റി ഏരിയയിലേക്ക് ഇത് എന്ത് ചെയ്യും, ഡിസ്പേഴ്സ് ചെയ്ത് വേരിയേഷൻസിലേക്ക് കൊണ്ടുവരാം. നറിഷ്മെന്റ് കൊടുക്കുന്നു, കണ്ടെയ്ൻ ഫുഡ് റിസർവ്, സപ്പോർട്ട് സീഡ്ലിംഗ് അണ്ടിൽ ദേ ക്യാൻ ഫോട്ടോസിന്തസൈസ്. അപ്പൊ ആ സീഡ്ലിംഗ് ഡെവലപ്പ് ചെയ്യാനുള്ള ന്യൂട്രിയൻസ് അവിടെ ആ സീഡിനകത്തുണ്ട്. ജനറ്റിക് വേരിയേഷൻ കൊണ്ടുവരുന്നു. ബീങ് പ്രൊഡക്റ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ജനറേറ്റ് ന്യൂ ജനറ്റിക് കോമ്പിനേഷൻ. പ്രൊട്ടക്ഷൻ, ഹാർഡ് സീഡ് കോട്ട് എന്ത് ചെയ്യുന്നു, ആ എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പം വാട്ടർ ഇൻഡിപെൻഡൻസ്, നമ്മളിപ്പം എന്ത് പഠിക്കുന്നുണ്ട്, പോളിനേഷന് വേണ്ടിയിട്ടും ഫോഴ്സ് ഫെർട്ടിലൈസേഷൻ ഏജൻസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആൽഗി, ടെറിഡോഫൈറ്റ്, ബ്രയോഫൈറ്റിലൊക്കെ എന്ത് പഠിക്കുന്നുണ്ട്, വാട്ടർ ഡിപ്പെൻഡൻസ്. ഇവിടെ വാട്ടർ ഇൻഡിപെൻഡൻസ് ആണ്. ഡിസ്പേഴ്സൽ, ഇതൊക്കെ എന്താണ് ഈ ഒരു ആൻജിയോസ്പേംസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. Figure given below depict gel electrophoresis. DNA fragment of size 500 base pair, 1600 base pair, 2000 base pair are separated by gel electrophoresis. Which fragment will migrate fast? Why? Write the name of technique used to remove the DNA from gel എന്നാണ്. അപ്പൊ ഇതില് ആദ്യം എത്തുന്നത് സ്മോളസ്റ്റ് ബേസ് പെയർ ഉള്ളതാണ്. അപ്പൊ ഏതാണ്, 500 ബേസ് പെയർ ആണ് ഏറ്റവും ആദ്യം ലോങ്സ്റ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്, കാരണം സ്മോളസ്റ്റ് ആയിരിക്കും ഫാർദസ്റ്റ് മൂവ് ചെയ്യുന്നത് നമുക്കറിയാം. ആൻഡ് ടെക്നിക് യൂസ് ടു റിമൂവ് ഏതാണ്, എല്യൂഷൻ എന്നാണ് പറയുക. അപ്പം DNA ഫ്രാഗ്മെന്റ് സെപ്പറേറ്റഡ് അക്കോർഡിംഗ് ടു ദെയർ സൈസ് ത്രൂ സീവിംഗ് എഫക്ട്. അത് അഗാറോ ജെല്ലിലാണ്. സ്മോളർ ഫ്രാഗ്മെന്റ്സ് മൂവ് ഫാർദർ ആണ്. എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡിനെ എല്യൂഷൻ എന്നും പറയും. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ വിച്ച് ആർ ദി ഇവന്റ്സ് ഇൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ? ഇതില് നമുക്കറിയാം സിങ്കമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ആണ് രണ്ട് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്ന് പറയുന്നത്. അതിൽ മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഇവിടെ മെയിൽ ഗമേറ്റ് ആരുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഫീമെയിൽ ഗമേറ്റ് ആയിട്ടുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ സൈഗോട്ട് ഉണ്ടാകും, എംബ്രിയോ ആയിട്ട് മാറും. അടുത്തത് മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് ആരുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്, പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്യും, എൻഡോസ്പം ഡെവലപ്മെന്റ് നടക്കുന്നു. ഇതാണ് നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത്. ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒബ്സർവ് ദ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഗിവൻ ബിലോ. തന്നിട്ടുള്ള ന്യൂക്ലിയോടൈഡ് നമ്മളോട് കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ സീക്വൻസ് എന്ന് പറയുന്നത് GATTC 5 പ്രൈമിൽ നിന്ന് 3 പ്രൈമിലേക്ക് വായിക്കുമ്പോഴും 3 പ്രൈമിൽ നിന്ന് 5 പ്രൈമിലേക്ക് വായിക്കുമ്പോഴും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നത് പാലിൻഡ്രോമിക് സീക്വൻസ് എന്നാണ്. അപ്പൊ ഡിഫൈൻ ദ സീക്വൻസ് എന്ന് പറയുന്നുണ്ട്. നെയിം ദ എൻസൈം വിച്ച് ക്യാൻ കട്ട് ദി സ്റ്റാൻഡ് ബൈ റിക്കഗ്നൈസിംഗ് ദി സീക്വൻസ് എന്നാണ്. അപ്പം ഇതിൽ പാലിൻഡ്രോമിക് സീക്വൻസ് എന്നാണ് പേര്. സീക്വൻസ് ഓഫ് ബേസ് പെയർ എന്താണ്, റീഡ് ദ സെയിം ഓൺ ദ 2 strands when orientation of reading is kept the same, അല്ലെ? അപ്പം രണ്ടിടത്തും എന്താണ് ഒരേപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ നോക്കുക, എൻസൈം വിച്ച് ക്യാൻ കട്ട് DNA സ്റ്റാൻഡ് ബൈ റിക്കഗ്നൈസിംഗ് സീക്വൻസിന് നമ്മൾ പറയുന്നത് എന്താണ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്നാണ്. കറക്റ്റ് സൈറ്റിൽ പോയിട്ട് കട്ട് ചെയ്യുന്നതിനെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം എന്നാണ് പറയുന്നത്. സോ ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. അപ്പൊ ബോട്ടണിയിൽ 30 out of 30 മേടിച്ചിട്ട് വേണം എൻ്റെ കുട്ടികൾ എല്ലാവരും വരാൻ വേണ്ടിയിട്ട്. ടഫ് ക്വസ്റ്റ്യൻ വരാം, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം, NCERT നമ്മൾ കാണാത്തടത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. പക്ഷേ ആ ചോദ്യങ്ങളൊക്കെ നേരിടണമെങ്കിൽ നമ്മൾ ഈ തന്നിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണുക. എല്ലാ മാരത്തോൺ ലൈവും നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം, ഒന്നും മിസ്സാക്കരുത്. സോ ഇന്നത്തെ സൂപ്പർ 60ലേക്കൊക്കെ എല്ലാവരും വരിക. അടിപൊളിയായിട്ട് ചോദ്യങ്ങൾ, പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, മിസ് കൊണ്ടുവരാം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല മിടുക്കരായിട്ട് പരീക്ഷ എഴുതി ഫുൾ മാർക്ക് തന്നെ മേടിക്കണം. ഫുൾ മാർക്ക് മേടിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കമന്റ് ബോക്സിൽ മിസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, യെസ് മിസ് ഞങ്ങൾ ഫുൾ മാർക്ക് തന്നെ മേടിക്കും, ബോട്ടണി പക്ക എന്നത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.